Invasive species and their impact on native wildlife, common zoonotic diseases and their impact on wildlife. അധിനിവേശ ജീവജാലങ്ങളും അത് വന്യജീവികൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും വന്യജീവികളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളും അത് മനുഷ്യനെ കൂടാതെ വന്യജീവികൾക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്താണ് ഇൻവേസീവ് സ്പീഷീസ് എന്ന് പരിശോധിക്കാം. They are non-native plants, animals or microorganisms introduced to an ecosystem where they cause harm. ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് പുറത്തുനിന്നും കടന്നു വരുന്ന സസ്യങ്ങളോ ജന്തുക്കളോ സൂക്ഷ്മജീവികളോ ഇവ എന്തുമാകട്ടെ, അങ്ങനെ പുറത്തുനിന്നും ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതോ എത്തിപ്പെടുന്നതോ ആയ ജീവജാലങ്ങളെയാണ് ഇൻവേസീവ് സ്പീഷീസ് അഥവാ അധിനിവേശ ജീവജാലങ്ങൾ എന്ന് പറയുന്നത്. They often outcompete native species, disrupt food chain and alter habitat. ഇങ്ങനെ വരുന്ന അധിനിവേശ ജീവജാലങ്ങൾ നേറ്റീവ് സ്പീഷീസിനെ, അതായത് സ്വാഭാവികമായി ആവാസ വ്യവസ്ഥയിൽ ഉള്ള ജീവജാലങ്ങളെ നശിപ്പിക്കുകയോ ഫുഡ് ചെയിൻ, അതായത് ഭക്ഷ്യ ശൃംഖല, അതായത് തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്നതിലൂടെ ഊർജം ഒരു ജീവിയിൽ നിന്നും അടുത്ത ജീവിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ സസ്യങ്ങളിൽ നിന്നും പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം സസ്യബുക്കുകളിലൂടെ, മാംസബുക്കുകളിലൂടെ, പിന്നീട് മിശ്ര ബുക്കുകളിലൂടെ, അവസാനം സൂക്ഷ്മജീവികളിലൂടെ ഇത് മണ്ണിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുന്ന ജീവജാലങ്ങളുടെ ശൃംഖലയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഫുഡ് ചെയിനുകൾക്ക് വിഘാതം അല്ലെങ്കിൽ തടസ്സമുണ്ടാക്കും. ആൻഡ് ആൾട്ടർ ഹാബിറ്റാറ്റ്സ്, ഇത് കടന്നു വരുന്ന ഹാബിറ്റാറ്റ് ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും. സം ഇൻവേസീവ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻറ്റൻഷനലി. പലപ്പോഴും ബോധപൂർവമാണ് ഇത്തരം ജീവജാലങ്ങളെ നമ്മൾ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അത് ഒന്നുകിൽ കൃഷി ആവശ്യത്തിനാകാം, അല്ലെങ്കിൽ പെറ്റ്സായിട്ട്, അതായത് നമ്മൾ സൂക്ഷിച്ച് അല്ലെങ്കിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളായിട്ടാകാം, ഓർ പെസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കീടനിയന്ത്രണത്തിനായിട്ട് നമ്മൾ ബോധപൂർവം ഇത്തരം ജീവജാലങ്ങളെ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാറുണ്ട്. വൈൽ അതേഴ്സ് സ്പ്രെഡ് ആക്സിഡൻ്റലി. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ട്, ഉദാഹരണമായിട്ട് കച്ചവടം, തടിയുടെ അല്ലെങ്കിൽ കപ്പലിലൂടെയുള്ള കച്ചവട സാധനങ്ങൾ കയറ്റി ഇറക്കുന്നത് മൂലം, ട്രാവൽ യാത്രകളിലൂടെ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ വ്യതിയാനം, അതായത് ചൂടുള്ള തണുപ്പുള്ള കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് മൈഗ്രേഷൻ പോലെയുള്ള പ്രോസസ്സിലൂടെയും ഇൻവേസീവ് സ്പീഷീസ്, അതായത് അധിനിവേശ ജീവജാലങ്ങൾ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നും മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. ഇനി അതിൻ്റെ ഇമ്പാക്ട്സ് ഓഫ് ഇൻവേസീവ് സ്പീഷീസ് ഓൺ നേറ്റീവ് വൈൽഡ് ലൈഫ്. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇത്തരം കടന്നു വരുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ അധിനിവേശ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്നത്? ഒന്ന്, കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ്. ഇതൊരു പുതിയ ആവാസ വ്യവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഭക്ഷണത്തിനും വെള്ളത്തിനും അതുപോലെ തന്നെ അതിന് സ്പേസ്, അതിന് ജീവിക്കാനുള്ള സ്ഥലത്തിനും ഷെൽട്ടർ അല്ലെങ്കിൽ കൂട് കൂട്ടാനോ അല്ലെങ്കിൽ വംശവർദ്ധനവും നടത്താനോ വേണ്ടിയിട്ട് സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ ഉപയോഗിച്ച് തീർക്കും, അല്ലെങ്കിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലുള്ള ജീവജാലങ്ങളുമായിട്ട് കോമ്പറ്റീഷൻ നടത്തേണ്ടതായിട്ട് വരും. ദെൻ പ്രിഡേഷൻ ഓൺ നേറ്റീവ് സ്പീഷീസ്. ഇത് എവിടെയാണോ കടന്നു ചെല്ലുന്നത് അല്ലെങ്കിൽ അധിനിവേശം ചെയ്യുന്ന ജീവജാലങ്ങൾ എവിടേക്കാണോ എത്തിപ്പെടുന്നത് അവിടെയുള്ള ജീവജാലങ്ങളെ പ്രെഡേറ്റർ അല്ലെങ്കിൽ അതിനെ തിന്ന് നശിപ്പിക്കും, പ്രെഡേറ്റേഴ്സായിട്ട് മാറും. അങ്ങനെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നേറ്റീവ് സ്പീഷീസിൻ്റെ വംശനാശത്തിന് ഇടയാക്കും. മൂന്നാമത്തെ പ്രശ്നം, ഡിസ്റപ്ഷൻ ഓഫ് ഫുഡ് ചെയിൻ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷ്യശൃംഖലയിൽ ഇത് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഭക്ഷ്യ ശൃംഖലയിലെ ഏതെങ്കിലും ഒരു ജീവിയുടെ എണ്ണം ഭാഗികമായോ പൂർണ്ണമായോ ഇല്ലാതാക്കുന്നതിന് ഇത്തരം ജീവജാലങ്ങൾ ഇടയാക്കും, അല്ലെങ്കിൽ ഇത്തരം അധിനിവേശ ജീവജാലങ്ങളുടെ സാന്നിധ്യം ഇടയാക്കും. അങ്ങനെ ഒരു എൻ്റയർ എക്കോസിസ്റ്റം, ഒരു വലിയൊരു ആവാസ വ്യവസ്ഥ തന്നെ
കൊളാപ്സ് ആയിപ്പോയി അല്ലെങ്കിൽ തകരാറിലായി പോകുന്നതിന് ഇത്തരം അധിനിവേശ ജീവജാലങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കാറുണ്ട്. അടുത്തതായിട്ട് സ്പ്രെഡ് ഓഫ് ഡിസീസ് ആൻഡ് പാരസൈറ്റ്സ്. ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഇല്ലാതിരുന്ന പുതിയ അസുഖങ്ങളും പുതിയ പാരസൈറ്റുകൾ അല്ലെങ്കിൽ പരാദജീവികളൊക്കെ ഇത്തരം അധിനിവേശ ജീവജാലങ്ങളുടെ കൂടെ ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന അസുഖങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളും പാരസൈറ്റുകളും അവിടെയുള്ള തനത് ജീവജാലങ്ങളെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് ഇടയാക്കും. അതിനൊരു എക്സാമ്പിളാണ് അമേരിക്കൻ ക്രേഫിഷിൻ്റെ ഇൻട്രൊഡക്ഷൻ. അത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇത്തരം ക്രേഫിഷിനെ, അതായത് കൊഞ്ചിൻ്റെ പോലെ അല്ലെങ്കിൽ ഞണ്ടിൻ്റെ പോലെയുള്ള സ്വഭാവ സവിശേഷതയുള്ളതാണ് ഈ ക്രേഫിഷ്. ഇത് യൂറോപ്പിലേക്ക് കടന്നു കയറുകയും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് എത്തിപ്പെടുകയും യൂറോപ്പിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന ക്രേഫിഷുകളുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള തനത് ജീവജാലങ്ങളെ ഈ അമേരിക്കൻ ക്രേഫിഷിൻ്റെ കൂടെ കടന്നു വന്ന പാരസൈറ്റ്സ് പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇൻവേസീവ് സ്പീഷീസിൻ്റെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ചില എക്സാമ്പിൾ പരിശോധിക്കാം. ഒന്നാമത്തത് കെയിൻ ടോഡ്, റൈനല്ല മറീന എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അതായത് ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ ശരിയായിട്ട് ഇത്തരം ടോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കരയിൽ താമസിക്കുന്ന തവള, കരത്തവളയെന്നോ അല്ലെങ്കിൽ ചൊറിത്തവള എന്നോ അറിയപ്പെടും. ചൊറിത്തവള എന്നറിയപ്പെടാനുള്ള കാരണം ഇതിൻ്റെ സ്കിന്ന് ഡ്രൈ ആണ്. ആ സ്കിന്നിൽ നിന്നും ഒരു സെക്രീഷൻ, അതായത് മറ്റ് അതിൻ്റെ പ്രഡേറ്റേഴ്സ് വന്ന് പിടിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്കിന്നിൽ നിന്നും ചില സെക്രീഷൻസ് ഇത് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇത് നമ്മുടെയൊക്കെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ നമുക്കത് ഇറിറ്റേഷൻ, ചൊറിച്ചിലുണ്ടാക്കും. അതുകൊണ്ട് ഈ തവളയെ നമ്മൾ ചൊറിത്തവള എന്നുകൂടി പേര് വിളിക്കാറുണ്ട്. ഇത് സൗത്ത് അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിലെ ഷുഗർ കെയിൻ ഫാമുകൾ, അതായത് കരിമ്പ് തോട്ടങ്ങളിലുള്ള പെസ്റ്റിനെ, കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സൗത്ത് അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്ന ഒരു വലിയ ടോഡാണ്, തവളയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് പരിശോധിച്ചാൽ, പ്രൊഡ്യൂസ് ടോക്സിക് സെക്രീഷൻസ് ദാറ്റ് പോയ്സൺസ് പ്രെഡേറ്റേഴ്സ് ലൈക്ക് സ്നേക്സ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇതിനെ പിടിച്ചു തിന്നാൻ സാധ്യതയുള്ള പാമ്പുകളിലും പക്ഷികളിലും മാമൽസിലും ഇതിൻ്റെ പോയ്സൺ, അതായത് ഇതിൻ്റെ പുറത്തുനിന്നുള്ള പോയ്സൺ ഏൽക്കുകയും അത് വളരെ വ്യാപകമായിട്ട് മരണത്തിന് അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നതിന് ഇടയാക്കുകയും ചെയ്തു. ഇതിൻ്റെ വലിപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് സാധാരണ ടോഡിൻ്റെ 100 or 50 ഇരട്ടി വലിപ്പത്തിൽ വളരുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ നേറ്റീവ് ഫ്രോഗുമായിട്ട്, അതായത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരുന്ന ഫ്രോഗുകളെയും മറ്റ് ആംഫിബിയൻസിനെയും വളരെ വേഗത്തിൽ തിന്ന് നശിപ്പിക്കുന്നതിനിടയാക്കി. റാപ്പിഡ് റീപ്രൊഡക്ഷൻ ലീഡ്സ് ടു എക്കോസിസ്റ്റം ഇംബാലൻസ്. അതുപോലെ തന്നെ മറ്റ് തവള ഇനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ഇതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനും വളരെ കൂടുതൽ എണ്ണത്തിനെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എണ്ണത്തിൽ പെരുകുകയും ഒരു ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും തകരാറിലാക്കുകയും ചെയ്ത ഒരു ഇനമാണ്, അല്ലെങ്കിൽ ഒരു ഇൻവേസീവ് സ്പീഷീസാണ് കെയിൻ ടോഡ് എന്നറിയപ്പെടുന്ന ടോഡ് വിഭാഗത്തിൽ വരുന്ന തവള. അടുത്തത് റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിൽ എന്നുള്ളതാണ്. അതായത് ലോകവ്യാപകമായിട്ട് പെറ്റ്സിൻ്റെ അരുമ ആയ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിച്ച് വളർത്തുന്ന ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ലോകമെമ്പാടും വ്യാപിച്ച ഒരു ആമ ഇനമാണ് റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിൽ എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. ഇത് പെറ്റ് ട്രേഡിലൂടെ, അതായത് നമ്മൾ വളർത്ത് മൃഗങ്ങളുടെ കച്ചവടത്തിലൂടെയാണ് ഇത് ലോകത്ത് എല്ലായിടത്തും എത്തിയത്. ഇത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, കോമ്പീറ്റ്സ് വിത്ത് നേറ്റീവ് ടർട്ടിൽസ് ഫോർ ഫുഡ് ആൻഡ് ബാസ്കിംഗ് സൈറ്റ്. ഇതിൻ്റെ താമസിക്കുവാനും ഇത് ഭക്ഷണം കണ്ടെത്തുവാനും ഒക്കെ വേണ്ടിയിട്ട് നേറ്റീവ് സ്പീഷീസിന്, അതായത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആമകളുടെ സ്ഥലമൊക്കെ, എക്കോസിസ്റ്റമൊക്കെ പൂർണ്ണമായിട്ടും കൈയടക്കി അത്തരം സ്വാഭാവിക അല്ലെങ്കിൽ തനത് സ്പീഷീസിനെ ആ ഭാഗത്തു നിന്നും ഓടിച്ചു കളയുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് ഇത്തരം ആമയുടെ ഇൻട്രൊഡക്ഷൻ സാധിച്ചിട്ടുണ്ട്. ഔട്ട്ഗ്രോസ് ആൻഡ് ഡിസ്പ്ലേസ് സ്മോളർ നേറ്റീവ് സ്പീഷീസ്. ഇതിൻ്റെ ഔട്ട്ഗ്രോസ് ചെറിയ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വളരെ വേഗം എണ്ണത്തിൽ പെരുകി
പുതിയ പുതിയ ആവാസ വ്യവസ്ഥകൾ കണ്ടെത്താനുള്ള ഈ ജീവിയുടെ കഴിവ് നമ്മുടെ സ്വാഭാവിക ആമകളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുന്നതിനിടയാക്കി. അതുപോലെ തന്നെ ക്യാരീസ് ഡിസീസസ് ദാറ്റ് ഇൻഫെക്ട് നേറ്റീവ് റെപ്റ്റൈൽസ് ആൻഡ് ആംഫിബിയൻസ്. അതുപോലെ തന്നെ ഇത് ലോകവ്യാപകമായിട്ട് വ്യാപിച്ച ഒരു ആമയിനമാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലുള്ള രോഗാണുക്കളെ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, ഇത് പുതിയ പുതിയ സ്ഥലങ്ങളിൽ പുതിയ പുതിയ അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ മറ്റ് ആംഫിബിയൻസിനും റെപ്റ്റൈൽസിനും ഉണ്ടാക്കുന്നതിനിടയാക്കുകയും അങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഇംബാലൻസ് ഉണ്ടാക്കുന്നതിനിടയാക്കിയ ഒരു ആമ ഇനമാണ് റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിൽ എന്ന ആമ. അടുത്തത് സീബ്ര മസിലാണ്. അതിൻ്റെ ഒറിജിൻ നമ്മളത് സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ആവാസ വ്യവസ്ഥ റഷ്യയിലാണ്, കാസ്പിയൻ സീയിലാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. ഇത് പ്രത്യേകിച്ച് ഷിപ്പിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഓരോ രാജ്യത്ത് ഷിപ്പ് അടുക്കുമ്പോൾ ആ ഷിപ്പിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളത്തിൻ്റെ കൂടെ ഈ മസൽ, അതായത് കക്ക ഇനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കുകയുണ്ടായി. അതായത് ഒരു കപ്പൽ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ കപ്പലിനകത്ത് വെള്ളം നിറയ്ക്കാറുണ്ട്. ഈ വെള്ളം നിറയ്ക്കുന്ന വെള്ളവും അധികമായിട്ട് കപ്പലിൽ കയറുന്ന വെള്ളവും എന്തു ചെയ്യും, ഇത് കപ്പലിൽ നിന്നും പുറന്തള്ളും. അപ്പോൾ ഇങ്ങനെ റഷ്യയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കപ്പൽ മാർഗം എത്തപ്പെട്ട ഒരു ഇൻവേസീവ് സ്പീഷീസാണ് സീബ്ര മസൽ. അതിൻ്റെ ഇമ്പാക്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ക്ലോഗ്സ് വാട്ടർ പൈപ്സ് ആൻഡ് ഡാമേജസ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത് എണ്ണത്തിൽ വളരെ വേഗത്തിൽ പെറ്റുപെരുകുന്ന ഒരു കക്ക ഇനമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളുമൊക്കെ കേടുവരുത്തുന്നതിനും തടസ്സം വരുത്തുന്നതിനും ഇതിൻ്റെ എണ്ണത്തിലുള്ള പെരുകൽ അല്ലെങ്കിൽ ഈ ഇൻവേസീവ് സ്പീഷീസ് ഇടയാക്കിയിട്ടുണ്ട്. ഔട്ട് കോമ്പീറ്റ്സ് നേറ്റീവ് മസിൽസ് ബൈ ഫിൽട്ടറിങ് ഔട്ട് ന്യൂട്രിയൻസ്. കക്ക സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ചെളിയിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളല്ലേ ആണ്, അല്ലെങ്കിൽ മറ്റ് കുറ്റികളിലോ മരത്തിലോ അല്ലെങ്കിൽ പാറപ്പുറത്തോ ഒക്കെ പറ്റിപ്പിടിച്ചാണ് വളരുക. ഇതൊരു ഫിൽട്ടർ ഫീഡറാണ്, അതായത് വെള്ളത്തിൽ നിന്നും ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അരിച്ച് എടുത്ത് ഭക്ഷണമാക്കുന്ന ജീവജാലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് എണ്ണത്തിൽ വളരെ വേഗത്തിൽ പെരുകുന്നത് കൊണ്ട് നേറ്റീവ് സ്പീഷീസിനെ, സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ജീവജാലങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുന്നതിന് ഈ ഇൻവേസീവ് സ്പീഷീസ് ലോകമെമ്പാടും ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ റെഡ്യൂസസ് ഫിഷ് പോപ്പുലേഷൻസ് ബൈ ആൾട്ടറിങ് അക്വാട്ടിക് എക്കോസിസ്റ്റംസ്. അതായത് വളരെ വേഗത്തിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആയിട്ട് പെരുകുന്ന സ്വഭാവമുള്ള ഈ സീബ്ര മസിൽ ഒരു പ്രദേശത്ത് വ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ മത്സ്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുന്നതിനിടയാക്കും. മത്സ്യങ്ങൾ ജലത്തിലാണ് മുട്ടയിടുക, അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ പ്രത്യേക ആവാസ വ്യവസ്ഥകളുണ്ട്, മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യുന്ന ആവാസ വ്യവസ്ഥകൾ. അപ്പോൾ അവിടെയെല്ലാം ഇത്തരം സീബ്ര മസിൽ പെറ്റുപെരുകിയത് കൊണ്ട് മത്സ്യങ്ങളുടെ എണ്ണത്തിലും അല്ലെങ്കിൽ വംശവർദ്ധനവും തടസ്സപ്പെടുകയും മത്സ്യത്തിൻ്റെ പോപ്പുലേഷൻ വളരെ റെഡ്യൂസ് ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒബ്സർവേഷൻസ് ഈ സീബ്ര മസിൽ എന്ന് പറയുന്ന ഇൻവേസീവ് സ്പീഷീസിൻ്റെ സാന്നിധ്യം കൊണ്ട് ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് ബർമീസ് പൈത്തൺ. അതായത് സൗത്ത് ഏഷ്യയാണ്, നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ് ഇത് ലോകം എമ്പാടും വ്യാപിച്ചിട്ടുള്ളത്. ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ പെറ്റ് ട്രേഡ്, അതായത് നമ്മൾ ഇണക്കി വളർത്തുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജന്തുജാലങ്ങളുടെ കൂട്ടത്തിൽ ലോകമെമ്പാടും കച്ചവടം ചെയ്യപ്പെട്ട ഒരു പെരുമ്പാമ്പ് ഇനമാണ് ഈ ബർമീസ് പൈത്തൺ എന്നുള്ളത്. അത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും അത്രത്തോളം മനുഷ്യന് പ്രശ്നമില്ലാത്തതുമായിട്ടുള്ള ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു പെരുമ്പാമ്പിനമാണ് ഈ ബർമീസ് പൈത്തൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് പരിശോധിക്കുക, അല്ലെങ്കിൽ എന്താണ് ലോകത്തത് പ്രശ്നമുണ്ടാക്കിയെന്ന് പരിശോധിച്ചാൽ പ്രൈസ് ഓൺ നേറ്റീവ് ബേർഡ്സ്, മാമൽസ് ആൻഡ് റെപ്റ്റൈൽസ്. ഇത് സൗത്ത് ഏഷ്യയിൽ സ്വാഭാവിക കാലാവസ്ഥയിൽ കാണുന്നെങ്കിൽ ഇത് ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ അവിടെയുള്ള ഒരു ജീവിയും ഇതിനെ പിടിച്ച് തിന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളെ പ്രെഡേറ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മാമൽസും ബേർഡ്സിനും റെപ്റ്റൈൽസിനുമൊക്കെ ഇത് വളരെ പെട്ടെന്ന് നാശമുണ്ടാക്കി, അതായത് അവയൊക്കെ പിടിച്ചു തിന്ന് എണ്ണത്തിൽ പെരുകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ലാക്സ് നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് അലോയിങ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇവയെ പിടിച്ച് തിന്നുന്ന അല്ലെങ്കിൽ ഈ ജീവിയുമായിട്ട് തിന്ന് പരിചയമുള്ള ജീവജാലങ്ങൾ ഈ
ഇൻവേസീവ് സ്പീഷീസ് കടന്നു ചെന്ന സ്ഥലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണത്തിൽ കുറവ് വരാതെ വളരെ വേഗം എണ്ണത്തിൽ പെരുകി ആ പ്രദേശത്ത് വളരെയധികം നാശങ്ങളുണ്ടാക്കിയ ജീവജാലങ്ങളിൽ പെടുന്ന ഒരു ജീവിയാണ് ബർമീസ് പൈത്തൺ എന്ന് പറയുന്നത്. റെഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി ബൈ ഡിപ്ലീറ്റിംഗ് നേറ്റീവ് സ്പീഷീസ്. അതുപോലെ തന്നെ ഈ പെരുമ്പാമ്പ് ഇനത്തിൽ വരുന്ന സ്വാഭാവിക പെരുമ്പാമ്പുകളെയൊക്കെ പിടിച്ചു തിന്നുകയും അവയുടെ എണ്ണം വർദ്ധിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്ത ഒരു ഇൻവേസീവ് സ്പീഷീസാണ് ബർമീസ് പൈത്തൺ എന്ന് പറയുന്ന പെരുമ്പാമ്പ് ഇനം. അപ്പോൾ ഇത്രയുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന് പ്രിവെൻഷനാണ്. അതായത് ലോകവ്യാപകമായിട്ട് ഇത് കടത്തിക്കൊണ്ട് പോകുന്നതും ഇതിനെ കൊണ്ടുവരുന്നതും നിയമം മൂലം ഓരോ രാജ്യവും എന്ത് ചെയ്യണം, ഇത് വലിയ പെനാൽറ്റിയൊക്കെ കൊടുത്തുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം മൂലം ഇതിനെ തടയേണ്ടുന്നതിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ തടഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഇനിയും ലോകത്തെമ്പാടും വ്യാപിക്കാതെ ഇരിക്കുകയുള്ളൂ. രണ്ടാമത്തത് ഇറാഡിക്കേഷൻ പ്രോഗ്രാമാണ്. എവിടെയെങ്കിലുമൊക്കെ ഇത്തരം ജീവജാലങ്ങൾ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് ഒന്നുകിൽ നമ്മൾ വേട്ടയാടാം, അല്ലെങ്കിൽ പിടിച്ച് നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിടിച്ച് കെണിയിൽപ്പെടുത്തി അല്ലെങ്കിൽ എടുത്തു മാറ്റാം. ഓർ ബയോളജിക്കൽ കൺട്രോൾ, മറ്റ് സ്വാഭാവിക പ്രെഡേറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇത്തരം ജീവജാലങ്ങളുടെ എണ്ണത്തെ നിയന്ത്രിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിൽ ആഫ്രിക്കൻ മുഷി പോലെയുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ മുഷി ഇനത്തിൽപ്പെടുന്ന മത്സ്യങ്ങളെ നമ്മൾ ആദ്യകാലത്ത് ഈ ഓർണമെൻ്റൽ ഫിഷ്, അതായത് അക്വേറിയങ്ങളിൽ വളർത്തുന്ന മീനുകളായിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അത് പിന്നീട് ഇറച്ചിക്ക് വേണ്ടി വളർത്തി നമ്മുടെ നാട്ടിലുള്ള കോഴിയും വേസ്റ്റും ഒക്കെ എന്ത് വേസ്റ്റും കഴിച്ച് ജീവിക്കുന്ന ഇത്തരം ലങ് ഫിഷസാണ്, അത് എയർ ബ്രീത്തിങ് ഫിഷസാണ്. അപ്പം ഈ ആഫ്രിക്കൻ മുഷി നമ്മുടെ നാട്ടിൽ പലപ്പോഴായിട്ടുണ്ടായ വെള്ളപ്പൊക്കം മൂലം ഇത് വളർത്തിയിരുന്ന ഫാമുകളിൽ നിന്നൊക്കെ നമ്മുടെ തോടുകളിലും പുഴകളിലും നമ്മുടെ സ്വാഭാവിക വെറ്റ്ലാൻഡിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതൊരു 10, 15, 20 കിലോ വരെയൊക്കെ ആഫ്രിക്കയിൽ വളരുന്ന ഒരു മീനാണ്. അപ്പോൾ അത്തരം ആഫ്രിക്കൻ മുഷി പോലെയുള്ള ജീവജാലങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത്തരം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലുള്ള തനത് ജീവജാലങ്ങളെല്ലാം പിടിച്ചു തിന്ന് വളരെ പെട്ടെന്ന് തന്നെ പെരുകും. അപ്പോൾ അത്തരം ജീവജാലങ്ങളൊക്കെ വളരെ ഭീഷണിയോടുകൂടി നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് എ റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് ആൻഡ് ട്രേഡ് റെഗുലേഷൻസ്. നിങ്ങൾ ഈ വിഷയം പഠിക്കുന്നത് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. അപ്പോൾ ഒരു ഇൻവേസീവ് സ്പീഷീസ് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക്, നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് സ്വന്തമെന്ന നിലയിൽ നടപ്പിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കഴിയും. അപ്പം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കി ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. ഇനി റീസ്റ്റോറേഷൻ എഫേർട്ടുകളുണ്ട്. ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയിൽ ഇത്തരം ജീവജാലങ്ങൾ വന്ന് കടന്നുകൂടി അത് നശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക, അതായത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേറ്റീവ് സ്പീഷീസിനെ, അവിടെ ഉണ്ടായിരുന്ന സ്പീഷീസിനെ നമ്മൾ എന്ത് ചെയ്യുക, അവിടേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന് വളർത്തുക. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളിൽ, പ്രത്യേകിച്ച് അമ്പലങ്ങളിലും കാവുകളിലും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുളങ്ങളിലൊക്കെ ധാരാളം തിലാപ്പിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ട് സിലോപ്പി എന്നൊക്കെ പൊതുജനങ്ങൾ വിളിക്കുന്ന ടിലാപ്പിയ മൊസാംബിക്ക, ടിലാപ്പിയ സില്ലി എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങളുണ്ട്. ഇതൊക്കെ ധാരാളമായിട്ട് എണ്ണത്തിൽ പെറ്റുവരികയും നമ്മുടെ കുളങ്ങളിലും ഇപ്പോൾ നദികളിലും തോടുകളിലും എല്ലാം ഉണ്ട്. ഇതൊരു ആമസോണിൽ കാണപ്പെടുന്ന മീനുകളാണ്. അത് ഏത് മോശപ്പെട്ട കാലാവസ്ഥയിലും ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങളാണ്. അപ്പം ഇത്തരം ജീവജാലങ്ങൾ എണ്ണത്തിൽ പെരുകി നമ്മുടെ സ്വാഭാവിക കാലാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഇനി നിയന്ത്രിക്കുക, റീസ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ മാറ്റിയിട്ട് റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഒരുപക്ഷെ ഇനി സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇതിൻ്റെ എണ്ണം പെരുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും കട്ല, രോഹു എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ പോളിസിയായിട്ട് പലപ്പോഴും ഡാമുകളിലുമൊക്കെ വളർത്തുന്ന രീതികളുണ്ട്. കട്ലയും രോഹുവും ഒക്കെ നമ്മുടെ നേറ്റീവ് സ്പീഷീസ് അല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ അതൊക്കെ വളർത്തു മത്സ്യങ്ങളാണ്. അത് ഡാമുകളിലൊക്കെ വളർത്തുന്നത് മൂലം നമ്മുടെ സ്വാഭാവിക മത്സ്യ ഇനങ്ങൾക്കാണ് അത്തരം നാശമുണ്ടാകുന്നതെന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മിച്ചിരിക്കണം. അപ്പോൾ ഇതിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ പറ്റാത്ത കാര്യമാണ്, അല്ലെങ്കിൽ അസംഭവ്യം എന്ന് പറയുന്ന തലത്തിലേക്കാണ്
പ്രത്യേകിച്ച് തിലാപ്പിയ പോലെയുള്ള മത്സ്യങ്ങളുടെ വ്യാപനം നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ചെറിയ ചെറിയ ആവാസ വ്യവസ്ഥകൾ നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻവേസീവ് സ്പീഷീസിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: എന്താണ് ഇൻവേസീവ്സ്, വാട്ട് ആർ ഇൻവേസീവ് സ്പീഷീസ്, എന്താണ് അധിനിവേശ ജീവജാലങ്ങൾ, 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. അത് വൈൽഡ് ലൈഫിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം. അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം, കൂടാതെ ഇൻവേസീവ് സ്പീഷീസിന് ഉദാഹരണങ്ങൾ, ഇങ്ങനെ വിവിധ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നുണ്ടാകാം. കൂടാതെ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ തക്ക വിധത്തിൽ, ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഇൻവേസീവ് സ്പീഷീസും അതിൻ്റെ എക്സാമ്പിൾസും, അത് വൈൽഡ് ലൈഫിലുണ്ടാക്കുന്ന ചേഞ്ചസും, അതിനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ള വിശദാംശങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. അടുത്തത് സൂനോട്ടിക് ഡിസീസസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വൈൽഡ് ലൈഫിൽ ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് സൂനോട്ടിക് ഡിസീസസ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, ഈ വിശദാംശങ്ങളാണ് തുടർന്ന് നമ്മൾ നോക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക, വാട്ട് ആർ സൂനോട്ടിക് ഡിസീസസ്. അങ്ങനെ ഒരു ചോദ്യമായിട്ടായിരിക്കും നമുക്ക് ഒരു ചോദ്യം ചോദിക്കുക. എന്താണ് സൂനോട്ടിക് ഡിസീസസ്? ദേ ആർ ഇൻഫെക്ഷൻസ് ദാറ്റ് സ്പ്രെഡ് ബിറ്റ്വീൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ജന്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന രോഗാണുക്കൾ മനുഷ്യനിലേക്ക് പകരുകയും മനുഷ്യനിൽ രോഗമുണ്ടാക്കുകയും ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ, അല്ലെങ്കിൽ രോഗാണുക്കളെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത്. ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ദീസ് ഡിസീസസ് ക്യാൻ ബി കോസ്ഡ് ബൈ വൈറസ്, ബാക്ടീരിയ, ഫംഗി ഓർ പാരസൈറ്റ്സ്. ഒന്നുകിൽ വൈറസ് ആകാം, അല്ലെങ്കിൽ ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ ഫംഗസ് ആകാം, അല്ലെങ്കിൽ പാരസൈറ്റിൻ്റെ രൂപത്തിലാകാം ഇത്തരം രോഗങ്ങൾ മനുഷ്യരിലേക്ക് എത്തിച്ചേരുക. വൈൽഡ് ലൈഫ് ഓഫൺ ആക്ട് ആസ് നാച്ചുറൽ റിസർവോയർ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഡിഫോറസ്റ്റേഷൻ, ഹണ്ടിങ് ആൻഡ് വൈൽഡ് ലൈഫ് ട്രേഡ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ. ഇങ്ങനെ ജന്തുക്കളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ബാക്ടീരിയയും വൈറസും ഫംഗസും പാരസൈറ്റുകളും നമ്മൾ വന്യജീവികൾ ഉള്ള ഇടത്തേക്ക് ഹണ്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വേട്ടയാടാനായിട്ടോ ഡീഫോറസ്റ്റേഷൻ നടത്തുന്ന വഴിയോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ട്രേഡ് വന്യജീവികളുടെ കച്ചവടത്തിലൂടെയോ ഇത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യരിലേക്ക് ഇത്തരം രോഗങ്ങൾ കടന്നു വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ലോകമെമ്പാടും കാണപ്പെടുന്ന ഒരു രോഗമാണ് റാബീസ് എന്ന് പറയുന്നത്. റാബീസ് നമുക്ക് പകരുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് പകരുന്ന, അല്ലെങ്കിൽ ഈ രോഗം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. റാബീസ് വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ബൈറ്റ്സ് ഓർ സലൈവ ഫ്രം ഇൻഫെക്റ്റഡ് ആനിമൽസ് സച്ച് എസ് ബാറ്റ്സ്, ഫോക്സ്, റാക്കൂൺസ്, ഡോഗ്സ്. പട്ടികളിൽ നിന്നോ ബാറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഫോക്സസ്, റാക്കൂൺസ്, വവ്വാലുകൾ തുടങ്ങിയ ജീവജാലങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയുള്ളൊരു വൈറസാണ് റാബീസ് വൈറസ് എന്ന് പറയുന്നത്. അത് മനുഷ്യനിൽ ഉണ്ടാക്കിയാൽ മനുഷ്യന് പേ പിടിക്കും. അത് പേ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, തലച്ചോറിൽ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റിക്കവർ ആകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. മരണം ഉണ്ടാക്കുന്ന ഒരു രോഗം കൂടിയാണ് ഈ റാബീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പേ വിഷബാധ എന്ന് പറയുന്നത്. അത് വൈൽഡ് ലൈഫിൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പരിശോധിച്ചാൽ, അഫക്ട്സ് മാമൽസ് ലൈക്ക് ഫോക്സസ്, ബാറ്റ്സ് ആൻഡ് വൈൽഡ് ഡോഗ്സ്. ഇത് മനുഷ്യരിൽ പകരുന്നത് കൂടാതെ വന്യജീവികളിലും ഇത്തരം പേ വിഷബാധ ഉണ്ടാകാറുണ്ട്. ഫോക്സ്, അതായത് കുറുക്കന്മാരിലോ വവ്വാലുകളിലോ, വൈൽഡ് അതായത് വന്യമായി കാണപ്പെടുന്ന പട്ടികളിലൊക്കെ ഇത്തരം രോഗബാധകൾ ഉണ്ടാവുകയും കോസ് അഗ്രസീവ് ബിഹേവിയർ, പാരാലിസിസ് ആൻഡ് ഡെത്ത്. ഇങ്ങനെ പേ വിഷബാധ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ജീവജാലങ്ങളിൽ ഉണ്ടാക്കുന്നതിനിടയാക്കും. അത് തളർച്ചയ്ക്കും ഡെത്തിനും മരണത്തിനും ഇടയാക്കും. ലീഡ്സ് ടു പോപ്പുലേഷൻ ഡിക്ലൈൻ ആൻഡ് അഫക്ട്സ് പ്രെഡേറ്റർ പ്രേ ഡൈനാമിക്സ്. ഇങ്ങനെ ഫോക്സിൻ്റെയോ വൈൽഡ് ഡോഗിൻ്റെയോ ബാറ്റ്സിൻ്റെയോ ഏത് ജീവിയിലാണോ ഇത് അഫക്റ്റ് ചെയ്യുന്നത്, ആ ജീവിയുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ എണ്ണത്തിൽ വളരെ കുറവ് ഉണ്ടാക്കുന്നതിനും അങ്ങനെ പ്രെഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് തകരാറിലാകുന്നതിനും ഇത്തരം റാബീസിൻ്റെ ഇൻഫെക്ഷൻ ഇടയാക്കാറുണ്ട്. അടുത്തത് ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ അല്ലെങ്കിൽ പക്ഷിപ്പനി എന്ന് പറയും. കോസ്ഡ് ബൈ ഇൻഫ്ലുവൻസ എ വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത്. ഇത് പക്ഷികളിൽ നിന്ന്, അതായത് കോഴിയോ താറാവോ അല്ലെങ്കിൽ വളർത്തു പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. ബേർഡ്സ്,
അതിൻ്റെ ബേഡ്സിൻ്റെ ഫീസസ് ആകാം, ഓർ കണ്ടാമിനേറ്റഡ് സർഫസ് ആകാം. അതിൻ്റെ ഇറച്ചിയോ അത് നിൽക്കുന്നതോ അത് കിടക്കുന്നതോ ആയിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനുഷ്യരിലേക്ക് ഇത്തരം രോഗം പകരാറുണ്ട്. ഇത് വൈൽഡ് ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കിൽ ലാർജ് പോപ്പുലേഷൻ ഓഫ് വൈൽഡ് ബേർഡ്സ്. അതായത് നമ്മളുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പക്ഷിപ്പനി ബാധിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് താറാവുകളെയാണ് പലപ്പോഴും ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊന്നൊടുക്കുന്നത്. ഇത് വൈൽഡ് ആനിമൽസിലേക്ക് പകരുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ഏത് പക്ഷികൾക്കാണോ അത് പകരുന്നത് അത് പക്ഷികൾ പൂർണ്ണമായിട്ടും ചത്തൊടുങ്ങുന്നതിന് ഇടയാക്കും. സ്പ്രെഡ് ടു പോൾട്രി ആൻഡ് ക്യാൻ ഇമ്പാക്റ്റ് ഫുഡ് സപ്ലൈ. നമ്മളുടെ പോൾട്രി അതായത് വളർത്തു പക്ഷികളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷിയെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനെയൊക്കെ ചൂടുവെള്ളത്തിലിട്ട് കൊല്ലേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് അതിനെ കൊല്ലുക. ചൂടുവെള്ളത്തിലിട്ട് കൊല്ലുകയോ അല്ലെങ്കിൽ തീയിട്ട് നശിപ്പിക്കുകയോ ചെയ്യും. പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു അവശിഷ്ടം പോലും എന്ത് ചെയ്യത്തില്ല, നിലനിർത്താനായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ അത് അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പോൾട്രിക്ക് വലിയ നാശമുണ്ടാകും. ഇൻഫെക്റ്റഡ് ബേർഡ്സ് ആക്ട് ആസ് കാരിയേഴ്സ് സ്പ്രെഡിങ് ദ വൈറസ് ടു ന്യൂ റീജിയൻസ്. പ്രത്യേകിച്ച് പക്ഷികളിൽ ഇത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നവയാണ്. പലപ്പോഴും മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷികളാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഈ അസുഖത്തെ എത്തിക്കുകയും ചെയ്യും. അടുത്തത് TB അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് എന്നുള്ളതാണ്. ഇത് മൈക്കോബാക്ടീരിയം ബോവിസ്, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് ട്യൂബർകുലോസിസ്, TB എന്ന് പറയുന്ന അസുഖം. കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ലൈഫ് സ്റ്റോക്ക്, ഇഞ്ചക്ഷൻ ഓർ ഇൻഹേലേഷൻ. നമ്മൾ പ്രത്യേകിച്ചും കന്നുകാലികളിൽ നിന്നുമൊക്കെ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ് ഈ TB എന്ന് പറയുന്ന രോഗം. ഇത് നമുക്ക് ശ്വാസം മുട്ടലും പിന്നീട് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ശ്വാസം മുട്ടലും ചുമയും കഫത്തോടു കൂടിയുള്ള ചുമച്ചുകൊണ്ടുള്ള കഫത്തോടു കൂടിയുള്ള ചുമയൊക്കെ രൂപപ്പെടുന്ന ഒരു അസുഖമാണ് ഈ TB എന്ന് പറയുന്നത്. ഇത് വൈൽഡ് ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അഫക്ട്സ് വൈൽഡ് ആനിമൽസ് ലൈക്ക് ഡീർ, ബാഡ്ജസ് ആൻഡ് ബൈസൺ. അതായത് കന്നുകാലികൾക്ക് പ്രത്യേകിച്ചും ഡീർ, ബാഡ്ജസ്, പിന്നീട് നമ്മുടെ നാട്ടിലുള്ള ബൈസൺ അതായത് വന്യമായിട്ട് കാണപ്പെടുന്ന കാട്ടുപോത്തിലൊക്കെ ഇത്തരം അസുഖങ്ങൾ വളരെ വേഗത്തിൽ വ്യാപിക്കും. കോസസ് ക്രോണിക് ഇൽനെസ്, വെയ്റ്റ് ലോസ് ആൻഡ് റെഡ്യൂസ്ഡ് സർവൈവൽ റേറ്റ്. വളരെ വേഗത്തിൽ ഇത്തരം ജീവജാലങ്ങൾ രോഗബാധിതരാവുകയും ഭാരം നഷ്ടപ്പെടുകയും അതിൻ്റെ സർവൈവൽ റേറ്റ് അതായത് ജീവിക്കാനായിട്ടുള്ള സാധ്യത തന്നെ ഇല്ലാതായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ക്യാൻ സ്പ്രെഡ് ഫ്രം വൈൽഡ് ലൈഫ് ടു ഡൊമസ്റ്റിക് കാറ്റിൽ ലീഡിങ് ടു എക്കണോമിക് ലോസസ്. ഇത് വന്യജീവികളിൽ നിന്നും നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളർത്തുന്ന ജീവികളിലേക്ക് പകരുകയും നമ്മുടെ സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാക്കുന്നതിനിടയാക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് TB എന്ന് പറയുന്ന അസുഖം. അടുത്തത് ലൈം ഡിസീസാണ്. ബൊറീലിയ ബാർഡോർഫെറി എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ലൈം ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂട്ട, ചെള്ള് തുടങ്ങിയവയുടെ കടിയിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമാണ് ഈ ലൈം ഡിസീസ്. അത് ഡീറിൻ്റെയോ ഒക്കെ ശരീരത്തിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് പകരുക. ഇത് വൈൽഡ് ലൈഫ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ അഫക്റ്റ് റോഡൻസ്, ഡീർ ആൻഡ് ബേർഡ്സ്. പക്ഷികളിലും പ്രത്യേകിച്ച് എലികൾ പോലെയുള്ള അല്ലെങ്കിൽ മണ്ണിൽ താമസിക്കുന്ന ജീവജാലങ്ങൾക്കും ഡീർ അതായത് മാനുകൾക്കൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ലൈം ഡിസീസ്. അൾട്ടേഴ്സ് വൈൽഡ് ലൈഫ് ബിഹേവിയർ ഡ്യൂ ടു ക്രോണിക് ഇൽനെസ്. ഇത് ജീവജാലങ്ങളുടെ എണ്ണത്തിൽ പ്രത്യേകിച്ചും ഇത് ഡീറിൻ്റെ ഒരു പോപ്പുലേഷനിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടല്ല, ഒരു നല്ലൊരു ശതമാനം ഡീറുകൾ അല്ലെങ്കിൽ മാനുകൾ ചത്തൊടുക്കുന്നതിനിടയാക്കും. സ്പ്രെഡ് ത്രൂ ടിക്സ്, ഇൻക്രീസിങ് ഡിസീസ് റിസ്ക് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. മുട്ട അല്ലെങ്കിൽ ചെള്ള് നമ്മൾ കടിക്കുന്നത് മൂലം ചെള്ളിനൊപ്പം കടന്നു വരുന്ന ഒരു ബാക്ടീരിയയാണ് ബൊറീലിയ ബാർഡോഫെറി എന്ന് പറയുന്ന ബാക്ടീരിയ. അത് മനുഷ്യരിലും ഇത്തരം ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും നമ്മളിൽ ഇൽനെസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഡിസീസാണ് ലൈം ഡിസീസ് എന്ന് പറയുന്ന ഡിസീസ്. അടുത്തത് എബോള വൈറസ്. എബോള എല്ലാ വർഷങ്ങളിലും പലപ്പോഴും ആഫ്രിക്കയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വൈറസാണ് എബോള വൈറസ് എന്ന് പറയുന്നത്. ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് വൈൽഡ് ലൈഫ്, പ്രത്യേകിച്ച് ബാറ്റ്സും പ്രൈമേറ്റ്സും, ചിമ്പാൻസി, ഗൊറില്ല എന്നീ ജീവജാലങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റിലൂടെയും പിന്നീട് ബാറ്റ്സിൻ്റെ അതായത് വവ്വാലിൽ നിന്നുമൊക്കെയാണ് ഇത് മനുഷ്യരിലേക്ക് ഈ ഒരു അസുഖം പകരുന്നത്. ഇത് വൈൽഡ് ലൈഫിൽ കിൽസ് ലാർജ് പോപ്പുലേഷൻ ഓഫ് പ്രൈമേറ്റ്സ് ലൈക്ക് ചിമ്പൻസീസ് ആൻഡ് ഗൊറില്ലാസ്.
ഗൊറില്ലയും ചിമ്പൻസിയും ഒക്കെ മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എണ്ണത്തിൽ ഏറ്റവും വളരെ കുറഞ്ഞ ജീവജാലങ്ങളാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പോപ്പുലേഷൻ വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതിന് ഇത്തരം എബോള വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഇടയാക്കാറുണ്ട്. ഡിസ്റപ്റ്റ്സ് എക്കോസിസ്റ്റംസ് ബൈ റെഡ്യൂസിങ് കീ സ്പീഷീസ്. കീറ്റോൺ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ജീവജാലങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ കീറ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കീ സ്പീഷീസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം കടുവ ഒരു കീറ്റോ സ്പീഷീസാണ്. കടുവയാണ് ഒരു പ്രദേശത്തെ മറ്റ് ജീവജാലങ്ങളുടെ എണ്ണവും പെരുകാതെയും അല്ലെങ്കിൽ അവയുടെ വംശവർദ്ധനവോ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ നിയന്ത്രിക്കുന്നത്. അപ്പം ഇത്തരം ഒരു ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ജീവജാലങ്ങളുണ്ടെങ്കിൽ അവയെയാണ് ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ എബോള വൈറസ് ബാധിക്കുന്നെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ തന്നെ അല്ലെങ്കിൽ അത് തന്നെ മൊത്തത്തിൽ തന്നെ കൊളാപ്സ് ആയി പോകുന്നതിന് ഇടയാക്കും. സ്പില്ലോവർ ഇവൻറ്റ്സ് ഇൻക്രീസ് റിസ്ക് ഓഫ് ഹ്യൂമൻ ഔട്ട്ബ്രേക്സ്. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഈ എബോള വൈറസിൻ്റെ വ്യാപനം മനുഷ്യനെയും വളരെ ദൂരവ്യാപകമാണ് അല്ലെങ്കിൽ വളരെ പ്രശ്നമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അടുത്തത് പ്ലേഗാണ്. കോസ്ഡ് ബൈ എർസീനിയ പെസ്റ്റിസ്. ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരസുഖമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫ്ലീ ബൈറ്റ്സ് ഫ്രം ഇൻഫെക്റ്റഡ് റോഡൻസ്. അതായത് ഈ എലികളിലാണ് ഇത്തരം ബാക്ടീരിയകൾ കാണുക. ആ എലികളിലെ ചെള്ള് നമ്മുടെ ശരീരത്തിൽ വന്ന് കടന്നുകൂടി നമ്മൾ ചെള്ളിലൂടെയാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുക, ഈ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത്. ഇനി അത് വൈൽഡ് ലൈഫിലേക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അഫക്ട്സ് റോഡൻസ് ലൈക്ക് റാറ്റ്സ്, പ്രയറി ഡോഗ്സ് ആൻഡ് സ്ക്വിറൽസ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഇത്തരം റോഡൻസ്, പ്രത്യേകിച്ച് അണ്ണാൻ പോലെയുള്ള ജീവജാലങ്ങളിൽ പ്രയറി ഡോഗ്സ് ഉണ്ട്. അതായത് പ്രയറിയിൽ കാണപ്പെടുന്ന പട്ടികളുണ്ട്. പട്ടികളിലും റാറ്റ്സ് പോലെ അല്ലെങ്കിൽ മുയൽ പോലെയുള്ള ജീവജാലങ്ങളിലൊക്കെ ഇത്തരം പ്ലേഗ് ബാധിക്കാറുണ്ട്. കോസ് സഡൻ ഡൈ ഓഫ് ഇൻ വൈൽഡ് ആനിമൽ പോപ്പുലേഷൻ. പെട്ടെന്ന് ഒരു വൈൽഡ് ആനിമൽസിൻ്റെ ഒരു പോപ്പുലേഷൻ വളരെ കൂട്ടമായിട്ട് ജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്നതിന് ഇടയാക്കുന്ന ഒരു മാരകമായിട്ടൊരു അസുഖമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. ഡിസ്റപ്റ്റ്സ് പ്രെഡേറ്റർ പോപ്പുലേഷൻ ദാറ്റ് റിലേ ഓൺ ഇൻഫെക്റ്റഡ് പ്രേ. പ്രത്യേകിച്ച് പ്രെഡേറ്റർ പ്രേ റിലേഷൻഷിപ്പിനെ, അതായത് ഒരു ജീവിയെ ജീവിക്കുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം തിന്നപ്പെടാൻ സാധ്യത അല്ലെങ്കിൽ തിന്നപ്പെടാനുള്ള ജീവി ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന ജീവി, അതായത് ഉദാഹരണമായിട്ട് ഇപ്പം ഡിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനുകൾ എന്ന് പറയുന്നത് കടുവയുടെയും പുലിയുടെയും ഭക്ഷണമാണ്. ഈ മാനുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ കടുവയ്ക്കും പുലിക്കും മറ്റ് മൃഗങ്ങളെ വേട്ടയാടേണ്ടി വരും. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട കൂടുതലായിട്ട് വേട്ടയാടുന്ന മൃഗങ്ങൾ മാനാണെന്നുണ്ടെങ്കിൽ ഈ കടുവയ്ക്കും പുലിക്കുമൊക്കെ ഭക്ഷണം കിട്ടാതെ വരും. അപ്പം ഇത്തരം ഭക്ഷണത്തെ ഒന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾ നമ്മുടെ എക്കോസിസ്റ്റത്തിലുണ്ട്. അങ്ങനെ ആശ്രയിക്കുന്ന ജീവജാലങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് പോപ്പുലേഷൻ ഡിക്ലൈൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ജീവജാലത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും. അങ്ങനെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് പ്ലേഗ് എന്ന് പറയുന്നത്. അടുത്തത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന അസുഖമാണ്. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ലെപ്റ്റോസ്പൈറോസിസ്. കണ്ടാമിനേറ്റഡ് വാട്ടർ, യൂറിൻ ഫ്രം ഇൻഫെക്റ്റഡ് ആനിമൽസ്. പ്രത്യേകിച്ച് എലി, പട്ടി, നമ്മൾ വളർത്തുന്ന പന്നി, കന്നുകാലികൾ തുടങ്ങിയവയിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. യൂറിൻ, വാട്ടർ, അതുകൂടാതെ ഇത്തരം ജീവജാലങ്ങളുടെ മാംസം അവയെ കൈകാര്യം ചെയ്യുന്നതിലൂടെ മനുഷ്യരിലേക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. അത് വൈൽഡ് ലൈഫിൽ ബാധിക്കുന്നത് ഇങ്ങനെയാണ്: അഫക്ട് റോഡൻസ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് മറൈൻ മാമൽസ്. പ്രത്യേകിച്ച് കടലിൽ കാണപ്പെടുന്ന ജീവജാലങ്ങളിലും കന്നുകാലികളിലും റോഡൻസ് അതായത് എലികളിലുമൊക്കെ വളരെ വ്യാപകമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ക്യാൻ കോസ് കിഡ്നി ആൻഡ് ലിവർ ഡാമേജ് ഇൻ ഇൻഫെക്റ്റഡ് സ്പീഷീസ്. പ്രത്യേകിച്ച് ഇത് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ബാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനാണെങ്കിലും മറ്റ് ജീവജാലങ്ങളാണെങ്കിലും അവയുടെ കിഡ്നി ഡാമേജ് ആയിപ്പോവും. അതുപോലെ തന്നെ ലിവറും ഡാമേജ് ആയിപ്പോയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അസുഖബാധിതമാകുന്ന കണ്ടീഷനാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ സോഴ്സസ് ഇമ്പാക്റ്റിംഗ് മൾട്ടിപ്പിൾ സ്പീഷീസ്. വെള്ളത്തിലൂടെ വളരെ വേഗം ഈ ബാക്ടീരിയ മറ്റു ജീവജാലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും വളരെ കൂടുതൽ ജീവജാലങ്ങളിലേക്ക് പെട്ടെന്ന് പടരുന്ന പിടിക്കുകയും ചെയ്യുന്ന ഒരസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയുമാണ് നമ്മൾ സാധാരണ വളരെ കോമൺ ആയിട്ടുള്ള സൂനോട്ടിക് ഡിസീസുകൾ. ഇനി ഇതിൻ്റെ ജനറൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ. ഒന്ന്, പോപ്പുലേഷൻ ഡിക്ലൈനാണ്. അതായത്
ഡിസീസസ് ക്യാൻ വൈപ്പ് ഔട്ട് എൻ്റയർ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് അഫക്റ്റിംഗ് ബയോഡൈവേഴ്സിറ്റി. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ജീവജാലങ്ങൾ പൂർണ്ണമായിട്ടും, ആ ജീവി, ഒരു പ്രത്യേക സ്പീഷീസ് പൂർണ്ണമായിട്ടും ഒരു പ്രദേശത്ത് ഇല്ലാതാവുകയും അത് ജൈവ വൈവിധ്യത്തെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തത് ഇക്കോസിസ്റ്റം ഇംബാലൻസ് ആണ്. ലോസ് ഓഫ് കീ സ്പീഷീസ് ഡിസ്റപ്റ്റ് പ്രെഡേറ്റർ പ്രേ റിലേഷൻഷിപ്പ്. ഏതെങ്കിലും ഒരു കീ സ്പീഷീസ്, ഒരു എക്കോസിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ജീവജാലങ്ങളുണ്ട്. ഇപ്പം മാനുകൾ എടുത്തു കഴിഞ്ഞാൽ മാനുകൾ, പ്രത്യേകിച്ച് മാനുകൾ ഒരു പുൽമേട്ടിൽ പുല്ലിൻ്റെ എണ്ണം അല്ലെങ്കിൽ പുല്ല് അമിതമായിട്ട് വളരുന്നത് തടയുകയും പുല്ലിൻ്റെ വ്യാപനം തടയുകയും ചെയ്ത് പുല്ലിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ജീവിയാണ് ഈ ഡിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിയർ എന്ന് പറയുന്ന ഒരു ജീവി ഒരു ആവാസ വ്യവസ്ഥയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പുല്ല് വളരെ കൂടുതലായിട്ട് വളരുകയും പുല്ല് കൂടുതൽ പ്രദേശത്ത് വ്യാപിക്കുകയും അത് മറ്റ് സസ്യങ്ങൾക്ക് വളരാനുള്ള സാഹചര്യമില്ലാതെയാക്കും. അതുപോലെ തന്നെ പുല്ലിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പുല്ലിൻ്റെ ജീവിക്കുന്ന ധാരാളം മറ്റു ജീവജാലങ്ങളുണ്ട്. അവയുടെ എല്ലാം പോപ്പുലേഷൻ അല്ലെങ്കിൽ അവയുടെ എല്ലാം നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അപ്പം ഒരു കീ സ്പീഷീസിൻ്റെ മരണം, സൂനോട്ടിക് ഡിസീസ് മൂലമുള്ള ഒരു കീ സ്പീഷീസിൻ്റെ മരണം ഒരു എക്കോസിസ്റ്റം ഇംബാലൻസ് ഉണ്ടാക്കുന്നതിനിടയാക്കും. ഇൻക്രീസ്ഡ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള സംഘർഷം ഉടലെടുക്കുന്നതിന് ഇടയാക്കും. സിക്ക് ആനിമൽസ് മേ കം ഇൻ ടു ക്ലോസർ കോൺടാക്ട് വിത്ത് ഹ്യൂമൻസ്, ഇൻക്രീസിങ് ഡിസീസ് റിസ്ക്. ഇങ്ങനെ രോഗബാധിതരായിട്ടുള്ള ജന്തുക്കൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യനുമായിട്ട് കോൺടാക്റ്റിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യരിലേക്ക് ഇത്തരം രോഗങ്ങൾ വളരെ പെട്ടെന്ന് പെരുകുന്നതിന് അല്ലെങ്കിൽ പടരുന്നതിന് ഇടയാക്കും. ത്രെറ്റ് ടു കൺസർവേഷൻ എഫേർട്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൺസർവേഷൻ എഫേർട്ടുണ്ട്. അതായത് നാഷണൽ പാർക്കുകൾ, ഏതെങ്കിലും ഒരു ജീവിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേകം ഏരിയകളിൽ, ഇങ്ങനെ ഇത്തരം സ്ഥലങ്ങളിലാണ് ഈ അസുഖം ബാധിക്കുന്ന അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് അസുഖം ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. ഡിസീസസ് ഹിൻഡർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം ആൻഡ് ബ്രീഡിംഗ് ഇനിഷ്യേറ്റീവ്സ്. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിയെ സംരക്ഷിച്ച് വളർത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്തിടയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായിട്ടുള്ള ചീറ്റകളെ നമ്മൾ എന്ത് ചെയ്തു, പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ കൊണ്ടുവന്ന ചീറ്റകൾ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ കൊണ്ടുവന്ന ചീറ്റകൾ 3-4 എണ്ണം എന്ത് ചെയ്തു, ചത്തുപോയി. നമ്മളുടെ എക്കോസിസ്റ്റവുമായിട്ട് അത് ഇണങ്ങിച്ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം കൊണ്ടുവന്നത് തന്നെ അസുഖം പിടിച്ച് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വളർത്താനായിട്ട് അല്ലെങ്കിൽ നിലനിർത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെയധികമായിരിക്കും. അപ്പം ഇങ്ങനെ കൺസർവേഷൻ എഫേർട്ടുകളെയൊക്കെ ഇത്തരം സൂനോട്ടിക് ഡിസീസുകൾ ബാധിക്കാറുണ്ട്. ഇത്രയുമാണ് സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. അപ്പോൾ സൂനോട്ടിക് ഡിസീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. സൂനോട്ടിക് ഡിസീസിനെ കുറിച്ച് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വാട്ട് ആർ സൂനോട്ടിക് ഡിസീസസ്, എന്താണ് സൂനോട്ടിക് ഡിസീസ്, ഗിവ് എക്സാമ്പിൾസ്, അതിന് ഉദാഹരണങ്ങൾ നൽകുക, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സൂനോട്ടിക് ഡിസീസസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആൻഡ് വാട്ട് ആർ ദ ജനറൽ ഇമ്പാക്റ്റ് ഓഫ് സൂനോട്ടിക് ഡിസീസ് ഇൻ വൈൽഡ് ലൈഫ്. ഇങ്ങനെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം കൂടിയാണ് സൂനോട്ടിക് ഡിസീസസ്. സൂനോട്ടിക് ഡിസീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം സൂനോട്ടിക് ഡിസീസിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നമുക്ക് എന്താണ് സൂനോട്ടിക് ഡിസീസ് എന്ന് അറിഞ്ഞിരിക്കണം, അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, അതിന് എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. അത് വൈൽഡ് ലൈഫിൽ, പ്രത്യേകിച്ച് നമ്മൾ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് ടോപ്പിക് ഉള്ളത്. മനുഷ്യന്, അതായത് ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. പക്ഷേ അത് വൈൽഡ് ലൈഫിൽ, വന്യജീവജാലങ്ങളിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ട് 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ 2 പാഠഭാഗങ്ങളിൽ നിന്നുമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.